അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ ബോയിംഗ് ഡ്രീംലൈനർ വിമാനങ്ങളുടെ സാങ്കേതിക തകരാർ ആകാശത്ത് ആശങ്ക നിറയ്ക്കുന്നു. ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീംലൈനർ വിമാനത്തിന് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചിറക്കി. ഡൽഹി ബംഗളൂരു ഡ്രീംലൈനറിൽ ഇന്ധന ടാങ്കിലെ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് 5 മണിക്കൂറോളമാണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ പിടിച്ചിട്ടത്. ലക്നൌ വിമാനത്താവളത്തിൽ ഇറങ്ങിയ സൗദി എയർലൈൻസ് വിമാനത്തിന്റെ ടയറിൽ നിന്ന് പുക ഉയർന്നതും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീംലൈനർ വിമാനത്തിന് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായി ഹോങ്കോങ്ങിലേക്ക് തിരിച്ചിറക്കുകയായിരുന്നു. പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട ശേഷമാണ് A315 787-8 വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയത്. അതേസമയം തന്നെ ഡൽഹി ബംഗളൂരു എയർ ഇന്ത്യ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ 5 മണിക്കൂറോളം പിടിച്ചിട്ടു. ഇന്ധന ടാങ്കിലെ തകരാറാണ് വിമാനം പിടിച്ചിടാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ലക്നൌ വിമാനത്താവളത്തിൽ ഇറങ്ങിയ സൗദി അറേബ്യ എയർലൈൻസ് വിമാനത്തിൽ പുക കണ്ടത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. 250 ഹജ്ജ് തീർത്ഥാടകരുമായി വന്ന വിമാനത്തിലാണ് പുക കണ്ടെത്തിയത്. വിമാനത്തിന്റെ ടയറിലായിരുന്നു പുക ഉയർന്നത്. 5 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി പുക ഒഴിവാക്കി. യാത്രക്കാരെ സുരക്ഷിതമായി വിമാനത്താവളത്തിലേക്ക് മാറ്റിയപ്പോഴാണ് ആശങ്ക ഒഴിവായത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയതും വലിയ ആശങ്കയുണ്ടാക്കി. ബോംബ് ഭീഷണിയെ തുടർന്നാണ് ആകാശത്ത് 2 മണിക്കൂർ പറന്ന വിമാനം തിരിച്ചിറക്കിയത്. എന്നാൽ ഹൈദരാബാദിൽ ഇറങ്ങാൻ അനുമതി ലഭിക്കാത്തതിനാൽ തിരിച്ചു പോവുകയായിരുന്നെന്ന് യാത്രക്കാർ പറഞ്ഞു. ഇന്ന് രാവിലെ ഹൈദരാബാദിൽ എത്തേണ്ട ബോയിംഗ് ഡ്രീംലൈനർ 787-9 വിമാനമാണ് ജർമ്മനിയിലേക്ക് തിരിച്ചു പറന്നത്. അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീംലൈനർ വിമാനങ്ങൾ നിലത്തിറക്കി പരിശോധിക്കണമെന്ന് DGCA കർശന നിർദ്ദേശം നൽകിയിരുന്നു. സാങ്കേതിക സുരക്ഷാ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം സർവീസ് നടത്തിയാൽ മതിയെന്നായിരുന്നു DGCA നിർദ്ദേശം. അതിനിടെയാണ് വിമാനങ്ങൾക്ക് വീണ്ടും സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.